കാരണം നമുക്ക് വേറെ ഒരുപാട് കോഴ്സുകൾ ചെയ്തതുകൊണ്ട് നല്ല വ്യത്യാസം അറിയുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ അതില് ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫീൽ ചെയ്തു. പക്ഷെ സൂം മീറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത. ഇത് നിലവിൽ ഈ കോഴ്സ് ഇത് മുന്നേ കോഴ്സ് ഒരുപാട് എടുത്തുള്ളതുകൊണ്ട് ആ, ഇത് വാല്യൂ ഫോർ മണി ആണ്. ഈ കോഴ്സ് ചെയ്തത് പുറത്തുനിന്നൊക്കെ പറഞ്ഞത് ജോയിൻ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം വാല്യൂബിൾ ആണെന്നുള്ള അറിയണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യണം. അല്ലാതെ ഒന്നും ഒരു രക്ഷയില്ലാത്ത കോഴ്സാണ്. ഇത് ഓക്കെ. എത്ര പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ റിവ്യൂസ് കാണുന്നവർക്കോ അല്ലെങ്കിൽ റിവ്യൂസ് കണ്ടോണ്ടിരിക്കുന്നവർക്കും മനസ്സിലായത് എത്തിപ്പെട്ടവർക്ക് മാത്രം അതിന്റെ വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളതും ഈ കോഴ്സ് എന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. സപ്പോർട്ടാണ് ഒന്നും ഒരു രക്ഷയില്ലാത്തത്. എന്ത് ചോദിച്ചാലും നിലവിൽ ഫ്രീ ആകുമ്പോൾ അപ്പൊ റീപ്ലൈ കിട്ടും. സഡനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ തീർത്തരും പറഞ്ഞുതരും. കോഴ്സ് നമുക്ക് ഒരു വാല്യൂ ഫോർ മണി കൊടുക്കുന്ന പൈസക്ക് മുതലാന്ന് തോന്നുന്നുണ്ടോ? പിന്നെ കൊടുക്കുന്ന പൈസനേക്കാൾ മുതലാണെന്ന് പറയാനുള്ളത്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഓക്കെ, ചാർട്ടൊക്കെ ഉണ്ടല്ലോ മുന്നിൽ തന്നെ. ആ, ബ്രോ ബിഗിന്നർ ആയിട്ടാണോ അല്ല ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത് കോഴ്സ്? അല്ല ബിഗിനർ അല്ല. ബിഗിന്നർ അല്ല, ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ കോഴ്സുകൾ? ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വരെ നമുക്ക് ഫൈനൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കാരണം വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ സൂം മീറ്റിന് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. അറൗണ്ട് 4 മാസം 3 മാസത്തോളം ആയിട്ടുണ്ട്. 3 മാസം ഉം. എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ കോഴ്സ്? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ TMC? കോഴ്സ് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം നമുക്ക് വേറെ ഒരുപാട് കോഴ്സുകൾ ചെയ്തതുകൊണ്ട് നല്ല വ്യത്യാസം അറിയുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ അതില് ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫീൽ ചെയ്തു. പക്ഷെ സൂം മീറ്റ് ആണ് ഒരു രക്ഷയില്ലാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാസിലിനെ അഭിപ്രായനെയും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്ര അവർ രണ്ടാളെയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴേലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാളും പറഞ്ഞ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം ക്ലിയർ ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. കാരണം ഫ്രണ്ട്ലി അല്ലായിരുന്നോ അപ്രോച്ച്? പിന്നെ ഓക്കെ. പിന്നെ എങ്ങനെ അവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? സപ്പോർട്ടാണ് ഒന്നും ഒരു രക്ഷയില്ലാത്തത്. എന്ത് ചോദിച്ചാലും നിലവിൽ ഫ്രീ ആകുമ്പോൾ അപ്പൊ റീപ്ലൈ കിട്ടും. സഡനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ തീർത്തരും പറഞ്ഞുതരും. ഓക്കെ, ഫൈൻ. പിന്നെ ഉം, എത്ര പഠിച്ചാലും കുറച്ച് മിസ്റ്റേക്ക് വരും. അത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അഭിപ്രായക്കാണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് അത് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ട്രൂ സെൻസിൽ എത്തിപ്പെട്ടത് ബ്രോ? ജസ്റ്റ് ഒന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഞാൻ ഞാൻ എത്തിപ്പെട്ടത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാ. ആ, ഓക്കെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ്. എന്താണ് അതിന്റെ മാക്സിമം ആ പോസ്റ്റുകൾ മൊത്തം യൂട്യൂബിൽ വരുന്ന എല്ലാത്തിലും ഒരു നെഗറ്റീവ് കമന്റ് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ. ഓക്കെ ഓക്കെ. അപ്പൊ അതെന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കുറെ അതിന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ റിവ്യൂസ്, അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്. എനിക്ക് എങ്ങനെ തോന്നുന്നു, റിവ്യൂ എല്ലാം ഫേക്ക് ആണ് തോന്നുന്നുണ്ടോ ബ്രോന്? അത് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എങ്ങനെ കോഴ്സ് നമുക്ക് ഒരു വാല്യൂ ഫോർ മണി കൊടുക്കുന്ന പൈസക്ക് മുതലാന്ന് തോന്നുന്നുണ്ടോ? പിന്നെ കൊടുക്കുന്ന പൈസനേക്കാൾ മുതലാണെന്ന് പറയാനുള്ളത്. കാരണം ചില ആള് ചോദിക്കാറുണ്ട് 50 ഈ നമ്മുടെ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ 2 weeks to 1 month മതി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അതെ ഈ ഒരു മാസം കൊണ്ട് തീർക്കേണ്ട സാധനത്തിനാണ് നിങ്ങൾ 50,000 ഫീ എല്ലാം പറയുന്നതെന്നൊക്കെ ചോദിക്കും. അത് അതിലെന്തെങ്കിലും അത് യുക്തി ഒരൊറ്റ ഉണ്ടോ? ഇത് നിലവിൽ ഈ കോഴ്സ് ഇത് മുന്നേ കോഴ്സ് ഒരുപാട് എടുത്തുള്ളതുകൊണ്ട് ആ, ഇത് വാല്യൂ ഫോർ മണി ആണ്. ഈ കോഴ്സ് ചെയ്തത് പുറത്തുനിന്നൊക്കെ പറഞ്ഞത് ജോയിൻ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം വാല്യൂബിൾ ആണെന്നുള്ള അറിയണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണം. അല്ലാതെ ഒന്നും ഒരു രക്ഷയില്ലാത്ത കോഴ്സാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രോ. ഒരുപാട്. അത് പഠിച്ചിറങ്ങിയ ആൾക്ക് മാത്രമേ അത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതെ മനസ്സിലാവില്ല എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്നുള്ളത്. അതെ 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 അതെ. പിന്നെ അതുപോലെ തന്നെ ബ്രോ, നമുക്ക് ഒരുപാട് തുടക്കക്കാരും ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നാട്ടിലൊക്കെ ഇപ്പൊ അത്യാവശ്യം അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് ഫോറക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ സത്യം. അറിഞ്ഞറിഞ്ഞ് അതെ. വരുന്ന സമയത്ത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടായിപ്പന്മാർ ഇഷ്ടം പോലെ ഇറങ്ങും ആ സമയത്ത്. ഒരുപാടുണ്ട് അപ്പൊ ഒരുപാടുണ്ട് ഒരുപാടുണ്ട്. ഈ നമ്മളെന്താ പറയാ, ഈ പുതുമഴക്കാലം മഴപ്പാറ്റ് ഇറങ്ങുന്ന സമയത്ത് അതിനെ പിടിക്കാൻ വേണ്ടി പല്ലിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിന്റെ ചുറ്റും നോക്കി ഒബ്സർവ് ചെയ്ത് കാണുന്ന കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അതെ. അങ്ങനെയുള്ളവരെടുത്ത് ബ്രോനെ ഇപ്പം അവരെന്തുകൊണ്ട് ട്രൂ സെൻസിന് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് TMC പഠിക്കണം എന്ന് ബ്രോന് അല്ലെ അവരുടെ അടുത്ത് എന്താണ് ബ്രോന് പറയാനുള്ളത്? ഇത് നിലവിൽ കോഴ്സ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് കോഴ്സ് ചുരുങ്ങിയത് ഒരു 5 കോഴ്സോളം ചെയ്ത് ആറാമത്തെ കോഴ്സാണ് ട്രൂ സയൻസിന്റെ. ആറാം അതെല്ലാം ഇതേപോലെ 50 ആറാമത്തെ കോഴ്സാണ്. ഏകദേശം ഓരോ കോഴ്സിനും ഇതുപോലെ തന്നെ 35 15 40 50 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെലവാക്കിയിട്ടുണ്ട്. ആഹാ. അപ്പൊ അവരോട് പറയാനുള്ളത് വേറൊന്നുമല്ല, ഒരൊറ്റ
ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി. ഇത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കാശായി കണക്കാക്കിയാൽ മതി. 1 2 3 ട്രേഡിൽ റിക്കവർ ആവുന്ന കാശ് തന്നെ ഉള്ളൂ. പിന്നെ തീർച്ചയായും. ഞാന് ഫോറക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ ട്രൂസൻസിൽ വന്ന പിന്നെ ഫോറക്സ് മാർക്കറ്റ് നോക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയാ ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നു. അറൗണ്ട് 8 ലക്ഷം രൂപന്റെ മുകളിൽ ലോസ് ഉണ്ടായിരുന്നു ഒരു ഓ 4 വർഷത്തില്. ഓക്കെ. അപ്പൊ ഇത് കുറച്ച് ബ്രേക്ക് എടുത്ത് പിന്നെ ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെയാണ് ഈ ട്രൂസൻസ് എത്തിപ്പെടുന്നത്. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ റിവ്യൂസ് കാണുന്നവർക്കോ അല്ലെങ്കിൽ റിവ്യൂസ് കണ്ടോണ്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. ഇത് എത്തിപ്പെട്ടവർക്ക് മാത്രം അതിന്റെ വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളതും ഈ കോഴ്സ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും തീർച്ചയായും. 8 ലക്ഷം രൂപ റിക്കവർ ആക്കണ്ടേ നമുക്ക്? അത് ചെയ്യണം. ഇപ്പൊ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. വെരി ഗുഡ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി ബ്രോ. ഇതിൽ വേറെ സീക്രട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നല്ല അറിവ് നമ്മൾ ഓക്കെ. പറഞ്ഞു. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒറ്റ സീക്രട്ട് മാത്രമേ ഇതിന്റെ പിറകിലുള്ളൂ. നമ്മളിപ്പോ ഒരു അറിവ് പഠിച്ചു വെച്ചിട്ട് നമ്മൾ ചുമ്മാ വെറുതെ മൂലക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും നമുക്ക് അത് ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടില്ല. ആയതുകൊണ്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ വന്നോ നിങ്ങൾ ചാർട്ട് മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് ആൾക്കാരുടെ അടുത്ത് നമ്മുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുക, ക്ലിയർ ഔട്ട് ചെയ്യുക. നമ്മളെല്ലാം കട്ടൊക്കെ കൂടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ നട്ടപ്പാതിരൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ചാർട്ട് വരച്ച് അയച്ചു. രാവിലെ ആകുമ്പോൾ പിള്ളേർ അതിന്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലായിട്ട് ഇട്ട് തരും. സോ ഡോൺ വറി ബ്രോ, ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഈ പറഞ്ഞ ഇനി നമുക്കിപ്പോ ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് എടുക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി. അപ്പൊ ആ രീതിയിൽ അവന്റെ പ്രോഫിറ്റും നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. അപ്പൊ ഇപ്പം തന്നെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നോക്കുന്നുണ്ടാവുമല്ലോ നിങ്ങളെ? എങ്ങനെയുണ്ട് ലൈവ് മാർക്കറ്റിൽ ആപ്ലിക്കബിൾ വർക്ക്ഔട്ട് ആകാൻ തുടങ്ങിയില്ലേ DMC? പിന്നെ വർക്ക്ഔട്ട് ആവുക 100%. എങ്ങനെയുണ്ട് വിന്നിംഗ് റേഷ്യോ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? ഏകദേശം ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 1:3 ഏകദേശം അറൗണ്ട് ഒരു 60-70%. അത് എന്റെ കുറെ മിസ്റ്റേക്കുകളുണ്ട്. ചില സിംഗുകൾ നോക്കാത്തതും അങ്ങനെയുള്ളതുകൊണ്ട് ട്രേഡ് മിസ്സായി പോകുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്നിട്ടൂടെ എനിക്ക് ഏകദേശം പ്രോഫിറ്റ് എന്റെ ക്യാപിറ്റലിന്റെ 30% കൂടുതലുള്ളത്. പല ട്രേഡ് മിസ്സായിട്ട് കൂടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ പിന്നെ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ റിക്കവറൊക്കെ കൃത്യമായിട്ട് നമുക്ക് കട്ടക്ക് ഒരുമിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ റൈറ്റ്. ഓക്കെ ബ്രോ.